അബോധാവസ്ഥയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴും അൻറ്റിയുടെ ചുണ്ടുകൾ വീടി ഉള്ളതായിട്ട് കാണുന്നവർക്ക് തോന്നിയിരുന്നു എന്നുള്ളത്. അതായത് വീടി വലിക്കുമ്പോഴുള്ള ചലനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പം കാരണം 70 വർഷങ്ങളോളം വീടി വലിച്ച് അതൊരു ദിവസം നിർത്തിയപ്പോൾ വലിക്കത്തപ്പോഴും ആ ഒരു ചലനം അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു പൊള്ളലായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ MTയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു MTയുടെ ഒരു ബൃഹത്തായ ജീവിതകഥ വൈകാതെ വരുന്നുണ്ട്. ശ്രീകുമാർ എഴുതിയ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ഓരോ MTയെക്കുറിച്ച് ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ. എനിക്കിപ്പോഴും MT മനസ്സിലാക്കാൻ കഴിയാത്ത, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ്. പിടികിട്ടി എന്ന് തോന്നുമ്പോൾ അടുത്ത നിമിഷം തോന്നും ഇല്ല, പിടികിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുന്നു. അതാണ് ഞാൻ വായനക്കാരുമായിട്ട് പങ്കുവെക്കുന്നത്, നിങ്ങളുമായിട്ടും ഇവിടെ പങ്കുവെക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് MTയെക്കുറിച്ച് അറിയാനുണ്ട്, ഒരുപാട് അന്വേഷണങ്ങൾ നടത്താനുണ്ട്. പക്ഷെ ഒന്ന് മാത്രം സുധീർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഇനി നമുക്ക് ഉണ്ടാകില്ല എന്നല്ല, ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ നമുക്ക് മാതൃക കാണുവാൻ, നമുക്ക് പിന്തുടരുവാൻ ഒരുപക്ഷെ വേറൊരു എഴുത്തുകാരൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. MTയേക്കാൾ വലിയ എഴുത്തുകാരൻ ഉണ്ടായേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടായേക്കാം. പക്ഷേ പിന്തുടരുവാൻ, നമുക്കെന്തും പിന്തുടരുവാൻ MT മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. അപ്പം എനിക്ക് സന്തോഷം. എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത് MTയാണ്. തീരങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും MT മാതൃഭൂമിയിലുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊക്കെ MT ഉണ്ടായിരുന്നു. മാതൃഭൂമി പുരസ്കാരം എനിക്ക് കിട്ടിയപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. വേദിയിൽ വെച്ച് പുരസ്കാരം തന്നെ വേദിയിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം. അത് പത്രത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ആ നിമിഷം എനിക്ക് തോന്നി ആ കെട്ടിപ്പിടുത്തം അവസാനിക്കരുത്, അത് എന്നേക്കുമായിട്ട് നിലനിൽക്കണമെന്നുള്ളത്. അങ്ങനെ അമ്പരപ്പിക്കുന്ന, ധരിപ്പിക്കുന്ന, ഉറപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് MT. തികച്ചും നവ്യമായ ഒരു അനുഭവമായി നമുക്ക് ഈ സംഭാഷണം, കൊച്ചു കൊച്ചു വ്യക്തി അനുഭവങ്ങളിലൂടെ ഒരു മഹാനായ എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹത്വവും അതിൻ്റെ ആർദ്ര തലങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന ഒരു സംഭാഷണമായത് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെയും സദസ്സിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.